നോക്കൂ, ഈ കപ്പലിലെ അപകടം വലിയ മാനങ്ങളുള്ളതാണ്. ഇവിടെ ശ്രീ രാജേഷ് രാംകുമാർ വിശദീകരിച്ച് പറഞ്ഞതുപോലെ വളരെ മാരക രാസപദാർത്ഥങ്ങൾ കടലിൽ കലരുന്നു. അവ തീരത്തേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ കടലിൻ്റെ ആവാസ വ്യവസ്ഥയെ, കടലിൻ്റെ പരിസ്ഥിതിയെ വളരെ മാരകമായി ബാധിക്കുന്ന ഒരു അപകടമാണ് നടന്നിരിക്കുന്നത്. അത്രമേൽ ഗൗരവ സ്വഭാവത്തിലുള്ള അപകടമായി നമ്മളിതിനെ കാണുകയും ചെയ്യണം. താങ്കളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്? ഇത് കൃത്യമായിട്ട് പറയണമെങ്കിൽ എന്ത് കാർഗോ ആണ് അതിനടുത്ത് ഉണ്ടായിരുന്നത്, ഈ IMDG കാർഗോ, ഈ ഡേഞ്ചറസ് കാർഗോ എന്താണ് ഉണ്ടായിരുന്നത് അറിഞ്ഞാലേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. എങ്കിൽ തന്നെയും ഇതുപോലെയുള്ള ഇൻസിഡൻറ്റുകൾ ഇന്ത്യൻ കോസ്റ്റിൽ തന്നെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. വളരെ ദൗർഭാഗ്യകരമാണെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പറയേണ്ടിയിരിക്കുന്നത്. ഇത് വേറൊന്ന്, നമ്മുടെ ഈ ഷിപ്പിംഗ് ഇൻസിഡൻസ് നടക്കുമ്പോഴത്തേക്ക് ഇത് ഒരു ഇൻ്റർനാഷണൽ നേച്ചറിലുള്ളതാണ്. ഇപ്പോൾ ഒരു ലോകം മുഴുക്ക ഒരു ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ അത് വളരെ വലിയ വാർത്തയാകുന്നുണ്ട്. യഥാർത്ഥത്തിലൊരു വർഷം ഇങ്ങനെയൊക്കെയുള്ള ആക്സിഡൻറ്റ് നമ്മുടെ കരയിൽ നടക്കുന്ന ആക്സിഡൻറ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറച്ച് ആക്സിഡൻറ്റുകൾ നടക്കുന്ന ഒരു സേഫ് ഇൻഡസ്ട്രിയാണ് ഈ ഷിപ്പിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 90-95% നമ്മുടെ കാർഗോയും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ കൂടിയാണ്. അപ്പോൾ അത് വളരെ നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഷിപ്പിംഗ് ഇൻഡസ്ട്രി. അപ്പോൾ ഇതിൽ ഇങ്ങനെയുള്ള കാർഗോകൾ, IMDG കാർഗോകൾ, ഈ ഡേഞ്ചറസ് കാർഗോയും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് നമ്മുടെ റിക്വയർമെൻറ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആക്സിഡൻറ്റുകൾ സാധാരണ സംഭവിക്കാറുണ്ട്, വളരെ കുറവാണ്. എന്നാൽ കമ്പയർഡ് ടു എനി അതർ ഷോർ ഇൻഡസ്ട്രീസ് ഇത് ഈസ് വൺ ഓഫ് ദ സേഫസ്റ്റ് ഇൻഡസ്ട്രി. അത് വളരെ ദൗർഭാഗ്യകരമാണെന്നാണ് പറയാൻ. പക്ഷേ കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് പറയണമെങ്കിൽ അതിനകത്തുണ്ടായിരുന്ന കാർഗോ എന്താണെന്ന് അറിയണം. പിന്നെ അതുപോലെ അതിൻ്റെ കാർഗോ മാനിഫെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റും. തീർച്ചയായിട്ടും വളരെ അപൂർവമായിട്ട് ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ 1993 ബ്രയർ, 2006 ഫിലിപ്പൈൻസിലെ സോളാർ 1, ദക്ഷിണ കൊറിയയിൽ 2007 ഹൈബേറ്റ്, ഫ്രാൻസിൽ 2018 TK ബ്രഹ്മൻ, അതുപോലെ കൊളംബോയിൽ നേരത്തെ ശ്രീ രാജേഷ് സൂചിപ്പിച്ചതുപോലെ 2021 കൊളംബോയിൽ ഉണ്ടായിട്ടുള്ള എക്സ്പ്രസ് പേൾ, ഇങ്ങനെയുള്ള ഈ അപകടങ്ങളൊക്കെ കടലിനെ വളരെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള നഷ്ടപരിഹാരം ഈ കപ്പൽ കമ്പനികളിൽ നിന്നടക്കം ഈടാക്കുന്ന സാഹചര്യമൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇത്രയും ടോക്സിക് സബ്സ്റ്റൻസസ് നമ്മുടെ കടലിൽ കലരുക, അത് ഉൾക്കടലിലാണ് എങ്കിൽ പോലും അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ മാരകമായിരിക്കുമല്ലോ. ശരിയാണ്, അപകടം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ അപകടം ഒന്നും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രി നടത്താനൊന്നും പറ്റില്ല. ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിലും അപകടം ഉണ്ടാവും. പക്ഷേ ഈ അപകടത്തിന്റെ പ്രത്യാഘാതം എന്നുള്ളത് വളരെ വലുതല്ലേ? തീർച്ചയായിട്ടും ഇത് വളരെ വലിയ അപകടമാണ്. പ്രത്യേകിച്ച് ഇതിപ്പോൾ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് 70 മൈലിന് അപ്പുറത്തേക്കായിരിക്കും. അപ്പോൾ ഒരു ഡീപ് സീ, വളരെ താഴ്ന്ന ഒരുപാട് ഡെപ്തുള്ള സ്ഥലത്താണ് ഈ കപ്പൽ ഇപ്പോൾ ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ തീ അണയ്ക്കുക, കപ്പലിന്ന് അവിടെ നിന്ന് മാറ്റാൻ കഴിയുക എന്നുള്ളതാണ്. അത് ബൈ ചാൻസ് നമുക്ക് ദൗർഭാഗ്യവശാൽ ഇത് അവിടെ മുങ്ങുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാകാവുന്ന നഷ്ടം വളരെ വലുതായിരിക്കും. പ്രത്യേകിച്ച് ഈ IMDG കാർഗോകളൊക്കെ ആൾറെഡി കത്തിയമർന്നു. അതിൽ നിന്നുണ്ടാകുന്നതിനേക്കാൾ വളരെ വലിയ ഒരു ഡാമേജ് അതിനകത്തുള്ള ഫ്യൂൽ ഓയിൽ നിന്ന് അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ കേരള തീരത്തിലേക്ക് വളരെ വലിയ ഒരു ഡാമേജ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്.